മൗലവി എന്ന് പറയുന്ന ആള് വേലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. വിവരമുള്ളതുകൊണ്ട് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഒന്ന് വേറെ തന്നെയാണ്. ദാലിക ഫദ്ലുല്ലാഹി യൂതിഹി മൻ യശാ. അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫദ്ലാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ദ്വാരക്കണം എന്നാണ്. ദ്വായിൽ വെച്ച് ഏറ്റവും വലിയ ദ്വാ ഈമാൻ നിലനിൽക്കാനുള്ള ദ്വായാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ദ്വായാണത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അതാണ് ഈമാൻ നിലനിൽക്കാനുള്ള ദ്വാ. ദ്വായിൽ വെച്ച് ഏറ്റവും വലിയ ദ്വായാണത്, ഈമാൻ നിലനിൽക്കാനുള്ള ദ്വാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിനി മുഹമ്മദിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മയും ഖത്താബിന്റെ മോളും കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങി പിടിച്ചിട്ട് ദാറുൽ അർഖമിലേക്ക് കൊണ്ടുപോയി. ദാറുൽ അർഖം കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ അവർ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അത് കണ്ടു നിന്നിരുന്ന മുഅ്മിനീങ്ങളെല്ലാവരും കരഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ നിർദ്ദേശപ്രകാരം വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയിട്ടാണ് സിദ്ദീഖ് തങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഈമാൻ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും ഈമാൻ പഠിക്കണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ പഠിക്കണം റളിയല്ലാഹു അൻഹു. ഈമാൻ പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട ആള് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയായി ദണ്ണത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടു. വിവരമറിഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നു. നബി തങ്ങൾക്ക് രോഗമാണ് എന്നറിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് രോഗം തുടങ്ങി. നബി തങ്ങൾക്ക് പനിയായിരുന്നു. ഉദാഹരണം, മുസ്തഫ നബി തങ്ങൾക്ക് പനിയാണ് എന്ന് കേട്ടിട്ട് സിദ്ദീഖ് തങ്ങൾ കാണാൻ വേണ്ടി ചെന്നു. പനിയാണ് എന്നുണ്ട് ഉറപ്പായോടുകൂടി മൂപ്പർക്ക് പനിയാണ് തുടങ്ങി. അതാണ് ഈമാൻ പറഞ്ഞ സാധനം. അതൊരു വിവരമല്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പനിച്ചിടന്നു. കുറെ ദിവസം കടന്നു. നബി തങ്ങളുടെ രോഗം മാറി. സിദ്ദീഖുൽ അക്ബർ എവിടെയെന്ന് അന്വേഷിച്ചു. മൂപ്പര് പനിച്ചടക്കാണ് എന്ന് പറഞ്ഞു. എന്നാ നമുക്ക് കാണാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി കാണാൻ വന്നു. നബി തങ്ങളെ കണ്ടതോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പനി മാറി. അതാണ് ഈമാൻ. ഈമാൻ പഠിക്കാൻ സിദ്ദീഖുൽ അക്ബറിനെ പഠിക്കാം. എന്നിട്ട് നീച്ചു നബി തങ്ങളെ കണ്ടേക്കിന് ഒരു പാട്ടും പാടി. എന്താ പാട്ട്? മരിദൽ ഹബീബു ഫഉത്തുഹു ഫമരിദതു മിൻ നസഫി അലൈഹി ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈഹി. മരിദൽ ഹബീബു, എന്റെ ഹബീബ് രോഗിയായി. ഫഉത്തുഹു, ഞാൻ നബി തങ്ങളെ സന്ദർശിച്ചു. ഫമരിദതു, എനിക്കും രോഗം തുടങ്ങി. മിൻ നസഫി അലൈഹി, ദുഃഖം കാരണം. ഫശഫൽ ഹബീബു, എന്റെ ഹബീബിന്റെ ദണ്ണം മാറി. ഫസാറനി, എന്നെ കാണാൻ വേണ്ടി വന്നു. ഫശഫൈതു, എന്റെ ദണ്ണം മാറി. മിൻ നദരി ഇലൈഹി, നബിനെ കണ്ടപ്പോൾ. രോഗിയാം നബിയോരാരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറിയ ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ഈമാൻ റംസാന. ഒരടിസ്ഥാനം ഞാൻ അങ്ങോട്ട് പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള താല്പര്യത്തിന്റെ പേരാണ് ഈമാൻ. അതുള്ളവർക്കേ ഈമാൻ ഉണ്ടാവുള്ളൂ. അതില്ലാത്തവരുടെ ഈമാൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ലോകത്തെ എല്ലാ സംഭവങ്ങളും മുഹമ്മദ് നബിക്ക് തങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ലോകത്തെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു. അതാണ് ഓല ഈമാന്റെ പ്രത്യേകത. 10,000 റക്അത്ത് സുന്നത്ത് ഒരാൾ നിസ്കരിച്ചാലും ഒരു സെക്കൻഡ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈമാനോടുകൂടെ ഒരുമിച്ച് കൂടുകയും ഈമാനോടുകൂടെ മരണപ്പെടുകയും ചെയ്ത ഒരു സഹാബിന്റെ അടുക്ക് എത്തൂല. ഒറ്റ സെക്കൻഡ് നബി തങ്ങളൊപ്പം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സഹാബി എന്ന് പറയാം. 20,000 റക്അത്ത് നിസ്കരിച്ചാലും അങ്ങോട്ട് എത്തൂല. 20,000 കൊല്ലം ജീവിച്ചാലും എത്തൂല. എന്താ കാരണം?
മുഹമ്മദ് നബിയിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. നബി തങ്ങളോട് എത്ര ബന്ധമുണ്ടോ അതാണ് ഈമാന്റെ അടിസ്ഥാനം. അതുകൊണ്ട് കുടുംബത്തെയും നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കണം, മക്കളെ അങ്ങനെ തന്നെ പഠിപ്പിക്കണം. എല്ലാ വിഷയങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും നബിതങ്ങളിലേക്ക് അതിനൊക്കെ ബന്ധം ഉണ്ടാവുകയും വേണം. ബന്ധമുള്ള എല്ലാ വിഷയങ്ങളും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് എന്തെല്ലാം വിജയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ്. വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് പുണ്യനബിയോടൊപ്പം കഴിഞ്ഞ ആളായിരുന്നു സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് ചെറുപ്പത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഉമ്മു സുലൈം എന്നായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേര്. ഉമ്മു സുലൈം ചരിത്രത്തിൽ 3 ഉണ്ട്. അതിൽ ഒരു ഉമ്മു സുലൈം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആ ഉമ്മു സുലൈമിനെ കുറിച്ചാണ് ഒരിക്കൽ നബി തങ്ങൾ നിങ്ങൾക്ക് സ്വർഗാവകാശിയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞത്. റേഞ്ച് ഉണ്ടോ? ഹലോ, റേഞ്ച് ഉണ്ടോ? ഒരു കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞുങ്ങാണ്ട് മറച്ചു വെച്ച ഒരു പെണ്ണില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ചരിത്രം? ആ പെണ്ണാണ് ഉമ്മു സുലൈം, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. കുട്ടി മരിച്ചു. കുട്ടി മരിച്ചപ്പോ ഭർത്താവ് നാട്ടിലില്ല. ഭർത്താവ് വന്നപ്പോ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞോണ്ട് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കൊടുത്തു, ശാരീരിക സുഖത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, പിന്നെ ആരെങ്കിലും നമ്മളടുത്ത് എന്തെങ്കിലും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചാല് തന്ന ആള് ചോദിക്കുമ്പോൾ മടക്കി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അത് കൊടുക്കണ്ടാതെ? അത് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാ അള്ളാഹു തആല നമ്മളടുത്ത് പാത്തക്കാൻ തന്നെ നമ്മൾ കുട്ടീനെ മടക്കി ചോദിച്ചിട്ടുണ്ട്, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, ഔത്തുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പരാണ് നൂലൊഴിച്ചു. എന്നിട്ട് നബി തങ്ങളുടെ അടുത്തേക്ക് ഓടി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനോട് പറഞ്ഞു, പൊന്നാരൻ നബിന്റെ പെണ്ണുകളിനെ പറ്റിച്ചു പറഞ്ഞു. എന്തേന്ന് ചോദിച്ചാൽ ഈ സംഗതിയൊക്കെ പറഞ്ഞപ്പോ അല്ലാഹുമ്മ ബാരിക് ലഹുമാ ഫീ ലൈലതിഹുമാ ഫലൈലതികുമാ എന്ന് ദുആയിരുന്നു. അള്ളാഹു ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആയിരുന്നു. പിന്നൊരിക്കൽ ഓലിങ്ങനെ നടന്നു പോണ കണ്ടപ്പോൾ കണ്ടു നബി തങ്ങൾ പറഞ്ഞു, സ്വർഗാവകാശികളായ ഒരു ഭാര്യയും ഭർത്താവിനെ ആർക്കെങ്കിലും കാണണമെങ്കിൽ ആ പോണ 2 ആൾക്കാരെ നോക്കിക്കോളി പറഞ്ഞു. ഉമ്മു സുലൈമും അബൂ സുലൈം. അബൂ സുലൈമിന്റെ പേരാണ് അബൂ തൽഹ. ഉമ്മു സുലൈമിന് ആദ്യം കെട്ടിയ ആളായിരുന്നു മാലിക്. അതിലുണ്ടായ കുട്ടിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈമിനെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാനെ രണ്ടാമത് അബൂ തൽഹ കല്യാണം കഴിച്ചിട്ട് അബൂ തൽഹന്റെ കൂടെ പോകുമ്പോ ഒരു ചെറിയ തർക്കമുണ്ടായി. ഉമ്മാന്റെ ഒപ്പം കൊണ്ടോണോ തറവാട്ടിൽ നിർത്തണോ എന്നതായിരുന്നു തർക്കം. രണ്ടിനും റെഡിയാണ്, തറവാട്ടിൽ നോക്കാൻ റെഡിയാണ്, അബൂ തൽഹ കൊണ്ടാവാനും റെഡിയാണ്. പക്ഷെ എന്തായാലും ഒരു സ്വാഭാവികമായ ഒരു തർക്കം ഉണ്ടാവുമല്ലോ, 2 കൂട്ടരും റെഡി ആണെങ്കിലും. തർക്കത്തിന്റെ ഒടുവിലുണ്ടായ തീരുമാനം 2 ആളും കൊണ്ടോണ്ട, നബി തങ്ങളെടുത്ത് കൊണ്ടാക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടിക്കോട്ടെ, 2 കൂട്ടർക്കും ആവശ്യമാകുമ്പോൾ പോയി കാണാലോ എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ അബൂ തൽഹ എന്ന എളാപ്പ, ഉമ്മാനെ രണ്ടാമത് കെട്ടിയ എളാപ്പ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് നബി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, എൻ്റെ ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ, ഓന് വേണ്ടി നിങ്ങളൊന്ന് ദോരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തലമ്മ കയ്യച്ചിട്ട് ദോരന്നു, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി. അല്ലാഹുവേ, അനസ് മോന് മക്കളിലും മുതലിലും നീ ബറക്കത്ത് ചെയ്യണേ എന്ന് ദോരന്നു. 100 ചില്ലാനം കൊല്ലം ജീവിച്ചു. സഹാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് 1 സൽമാനുൽ ഫാരിസിയാണ്, 2 അനസ് ബിൻ മാലിക്കാണ്. ഏറ്റവും കൂടുതൽ സൽമാനുൽ ഫാരിസിയാണ്, 200 കൊല്ലം ജീവിച്ചു. അതിന്റെ നേരെ താഴെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 100 എന്ന അഭിപ്രായം, 103 എന്ന അഭിപ്രായം, 105 എന്ന അഭിപ്രായം, 110 എന്ന അഭിപ്രായം, 130 എന്ന അഭിപ്രായം, 150 എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്. ജീവിച്ചു. 100 ചില്ലാനം മക്കൾ അനസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായി. എല്ലാവരും ഹാഫിളീങ്ങളായിരുന്നു. മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ 1 പ്രാവശ്യം കായ്ക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടം കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. ഈ പ്രാവശ്യത്തെ മദീനയിലെ അനുഭവങ്ങളിലെ വളരെ മനസ്സ് തട്ടിയ ഒരു രംഗമുണ്ടായി. പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ
ചെറിയ ചുവന്ന പെയിന്റ് അടിച്ച 2 പടുകൂറ്റൻ ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബിൽഡിങ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. കൂടെ ഉണ്ടായിരുന്ന ആളോട് ഞാൻ ചോദിച്ചു, എന്താ അതിങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടമായിരുന്നു, അത് മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ കാലത്ത് മഹാനവറുകൾ സ്വർണ്ണമല കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഈത്തപ്പനത്തോട്ടം വഖഫ് ചെയ്തു. കുറെ കാലം കഴിഞ്ഞ് ഈത്തപ്പന മരക്കെ തന്തയപ്പോൾ ഒരു തലക്കന്ന് മുറിച്ച് ഒഴിവാക്കി. പിന്നെ ആ സ്ഥലത്ത് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി. ആ ബിൽഡിങ്ങിന് ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി വെച്ചു. രസതല്ല, ആ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. അതാ രസം. ഞയിലേറെ വലിയൊരു രസമുണ്ട്. അവിടുത്തെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ട്, അയക്കാണ് വാടക പോകുക എന്നുള്ളതാണ്. അതിന് ലോക മുസ്ലിങ്ങളുടെ ഗുണത്തിന് വേണ്ടി അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഗൈഡ് പറഞ്ഞു, ഇപ്രാവശ്യം യാത്ര ചെയ്ത സമയത്ത് കൂട്ടത്ത് പറഞ്ഞതാ. അപ്പൊ നമ്മൾ സഹാബത്തിനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈമാൻ എന്താന്ന് കിട്ടും. അതിൽ ഒന്നാമനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 10 കൊല്ലം നബിയോടൊപ്പം കഴിഞ്ഞു. 10 കൊല്ലം. 10ാമത്തെ കൊല്ലം രാവിലെ വന്നിട്ട് മോത്തുക്ക് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ബാലുക്കും എന്ന് ചോദിച്ചു. ശരിക്കത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥം, എന്താ അനസ്യ അന്റെ പൂതി എന്നാണ്. ഇങ്ങനെ വന്നാണ്ട് മോത്തുക്ക് നോക്കണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ജിന്നതുവരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. കാണാത്തതുകൊണ്ടല്ല, ഓരോ ദിവസം കാണുമ്പോഴും സൗന്ദര്യം കൂടുമെന്നതാണ് നബി തങ്ങളുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏത് മനുഷ്യനും കാണുന്നതിനനുസരിച്ച് ഭംഗി കുറയും. എന്നോട് ചില ആൾക്കാർ പറയലുണ്ട്, നിങ്ങളെ യൂട്യൂബ് കണ്ട അങ്ങനെയല്ലല്ലോ എന്ന്. ചെറുപ്പാന്നാ തോന്നല്. ഇപ്പൊ കണ്ടു നോക്കുമ്പോ ആള് തന്തിയാണ്, അതിന്റെ പുറമെ തടി മണ്ണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പലരും പറയലുണ്ട്. ഇനി കുറച്ചുകൂടി നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന്. നോക്കണേനനുസരിച്ച് സൗന്ദര്യം കുറയും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്നതിനനുസരിച്ച് സൗന്ദര്യം വർദ്ധിക്കുന്ന ആളാണ്. ലോകത്ത് അങ്ങനെ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത്തെ കൊല്ലം അനസ് റളിയല്ലാഹു അൻഹു നോക്കിയിരുന്നു. അപ്പളാ ചോദിച്ചത്, എന്താ ഇങ്ങനെ നോക്കണത് എന്ന്. അതിൽ പറഞ്ഞു, നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തി എന്ന് വിചാരിക്കാം, നിങ്ങൾ വലിയ ദറജയിലേക്കാരാം, ഞാൻ എവിടെങ്കിലേക്കാരാം, അപ്പൊ എനിക്ക് നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, അനസേ, സ്വർഗത്തിൽ എല്ലാവരെയും എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അതിനൊന്നും ബേജാറാണ്ട എന്ന് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ സംഗതി. അതുകൊണ്ട് സഹാബത്തിനെ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. 100ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലത്തെ ഒറ്റ മുടി ധരിച്ചിട്ടില്ല. നബി തങ്ങൾ ഇങ്ങനെ കയ്യച്ചതാ കാരണം. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി എന്ന് പറഞ്ഞാണ്ട് തലയിൽ ഇങ്ങനെ ഒന്ന് കൈവച്ചിരുന്നു. 100ാമത്തെ വയസ്സിലും 105ാമത്തെ വയസ്സിലും തലയത്തെ ഒരു മുടി അനസ് ബിൻ മാലിക്കിന്റെ ധരിച്ചിട്ടില്ല. 100ാമത്തെ വയസ്സിലും കവിളിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ചുളി വീണിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ നബി തങ്ങൾ കവിളത്തിങ്ങനെ തലോടിയതായിരുന്നു കാരണം. സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടതിനു ശേഷം ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാല് റോസാപ്പൂവിന്റെ സുഗന്ധം ഉണ്ടായിരുന്നു എന്നാണ്. 10 വയസ്സിൽ ഒരിക്കൽ നബി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഉമ്മ വെച്ചതായിരുന്നു കാരണം. ഈ ലോകത്ത് വിജയത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള ബന്ധം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഅ്മിനിന്റെ വിജയം. അല്ലാത്തതൊക്കെ പരാജയപ്പെടും. അത് ഈമാന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ചെവി എന്ന് പറയുന്ന സാധനം തന്നിട്ട് ഈ ചെവി കൊണ്ട് നമ്മൾ കേട്ടതിലെ ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണക്കാരനാണ് എന്ന അഭിപ്രായമാണ്. അതിലും മോശപ്പെട്ട അഭിപ്രായം നമ്മളെ ചെവി കൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. നമ്മളെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്
ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ 4 5 ഉണ്ടാവും. പക്ഷേ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഓർമ്മയില്ല. എന്നാൽ മുഹമ്മദ് നബിക്ക് പ്രസവിക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയില്ലല്ലോ, എങ്ങനെ ആലോചിച്ചാലും കിട്ടൂല. ഒരു മനുഷ്യൻ കെണിഞ്ഞ് ആലോചിച്ചാൽ 8 കൊല്ലം ബാക്കൊക്കെ കിട്ടുക. പരമാവധി ബാക്കിലേക്ക് പോയാൽ 8 വയസ്സ് വരെയാണ് കിട്ടുക. അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടായിരുന്നു. ഓർമ്മയുടെ മഹാത്ഭുതമാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്.